ഞാനിവിടെ വന്നേരം കാണുന്നൊരു സംഗതിയാണ് നിങ്ങൾ ഈ മുഷ്ടി ചുരുട്ടിയിട്ടും ഈ മുട്ടുകൊണ്ടും പിന്നെ അങ്ങനെയൊക്കെയാണ് ചികിത്സിക്കുന്നത്. ഈ ചികിത്സാ രീതിയിൽ എന്താ പറയാ? എന്തായാലും നമ്മള് ബോൺ സെറ്റിംഗ് തെറാപ്പി എന്നാ പറയാ. ഓ, ബോൺ സെറ്റിംഗ് തെറാപ്പി. ഇതൊക്കെ നടുവേണ്ട എന്നാ ഇപ്പൊ ഞാൻ കൂത്തോർമാണ്. ഈ കൂത്തോർമ്മ ഞാൻ കുറച്ചു കാലം മുന്നിട്ട് ഒരു വീഡിയോ ചെയ്തിരുന്നു. ആ വീഡിയോയുടെ അവസാനത്തിൽ ഞാനൊരു ഗിരീഷ് വൈദ്യരുടെ കാര്യം പറയുന്നുണ്ട്, നമ്മളെ തലശ്ശേരി റോഡിൽ കേട്ടോ. അപ്പം ആ വീഡിയോ ചെയ്ത ശേഷം ഒരുപാട് പേര് എന്നെ വിളിച്ചു, നടുവേദനയും കാര്യങ്ങളും കൊണ്ട് വിഷമിക്കുന്ന ഒരുപാട് പേര് സന്തോഷം പ്രകടിപ്പിക്കുന്നുണ്ട്. അവിടെ പോയതിനു ശേഷമുള്ള മാറ്റങ്ങൾ പറഞ്ഞുകൊണ്ട് ഇപ്രാവശ്യം പറഞ്ഞാൽ ഞാൻ നടുവേദന കൊണ്ട് വിഷമിക്കുക, എന്തായാലും ഗിരീഷ് വൈദ്യർ കണ്ടു കളയാം എന്ന് വീട് ഞാൻ കൂത്തോർമ്മിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പൊ ഈ ഗിരീഷ് വൈദ്യർക്ക് എന്താണ് ഇത്ര പ്രത്യേകത എന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ടാവും. സത്യം പറഞ്ഞാല് ബോൺ സെറ്റിംഗ് തെറാപ്പി അതൊരു ഭയങ്കരമായ ചികിത്സാ രീതിയാണ്. അത് എല്ലാവർക്കും അറിയുന്ന കാര്യമല്ല. നല്ല എക്സ്പീരിയൻസ് ഉള്ള ആൾക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഈ ബോൺ സെറ്റിംഗ് തെറാപ്പി. ഈ ബോൺ സെറ്റിംഗ് തെറാപ്പി ചെയ്തുകൊണ്ടാണ് എളുപ്പത്തിൽ ഇദ്ദേഹം നടുവേദനയും മറ്റു രോഗങ്ങളും ഒരുപാട് രോഗങ്ങൾ ചികിത്സിക്കുന്നുണ്ടെന്നാണ് അറിഞ്ഞത്. പക്ഷെ എന്റെ പ്രശ്നം ഇപ്പൊ നടുവേദനയാണ്. അപ്പൊ നമുക്ക് ബാക്കി കാര്യങ്ങൾ നിർമ്മല ആയുർവേദിക് ഫാർമസി പോയിട്ട് ചെന്ന് അന്വേഷിച്ചാലേ. അങ്ങനെ ഞാനിതാ നമ്മുടെ ഗിരീഷ് വൈദ്യരുടെ നിർമ്മല ആയുർവേദിക് ഫാർമസിയുടെ മുകളിലത്തെ നിലയിലെ ക്ലിനിക്കിൽ എത്തിയിരിക്കുകയാണ്. ധാരാളം ആളുകൾ ഇവിടെ ചികിത്സക്കായി എത്തിയിരിക്കുന്നതായി കാണാം. വൈദ്യർ അകത്തെ മുറിയിൽ ബോൺ സെറ്റിംഗ് തെറാപ്പി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോ തിരുവനന്തപുരത്തില്ലേ, മൂപ്പര് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. മൂപ്പരോട് നമുക്ക് അഭിപ്രായം ചോദിച്ചേക്കാം. ഇവിടെയുള്ള എല്ലാവരോടും ഞാൻ വിശേഷങ്ങൾ തിരക്കി. എല്ലാവരും നല്ല സ്റ്റാറ്റിഫൈഡ് ആണ്. മകൾക്ക് നടുവേദനയായിട്ട് 5-6 വർഷം പുറത്തിന്റെ വേദന പോലെ ഡിസ്കിന് ഞാൻ ശരിക്കും പറഞ്ഞ ഞാനിപ്പോൾ നാളെ വേദന കൊണ്ടാണ് ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. അപ്പം വൈദ്യർ കൈവച്ച് കഴിഞ്ഞാല് പാളൂരാന്ന് തന്നെയാണ് എല്ലാവരും പറയുന്നത്. അതുകൊണ്ട് ഞാൻ അകത്തേക്ക് കയറാൻ വേണ്ടി പോകട്ടെ. അവസാനം ഞാൻ ഇതാ ഗിരീഷ് വൈദ്യരെ അടുത്തെത്തിയിരിക്കുകയാണ്. വൈദ്യര് നല്ല പണിയിലാണ്. ഇത് എന്ത് പറ്റി ഇവർക്ക്? ഇവർ 6 മാസമായിട്ട് നടുവേദന കൊണ്ട് കളിക്കുന്നതാണ്. നടുവേദന 3 പ്രാവശ്യം ഇവിടെ വന്നിട്ടുള്ളൂ. 3 പ്രാവശ്യമായിട്ട് വന്നിട്ട് ഇവിടെ പിന്നെ ഹോസ്പിറ്റലിൽ കാണിച്ചതിനേക്കാൾ മാറ്റം കാണുന്നുണ്ട് അല്ലേ? അങ്ങനല്ലേ പറഞ്ഞേ? കാണുന്നുണ്ട്. എന്ത് പറ്റിയ ശരിക്കും ഇത് ഇങ്ങനെ വീണത്? ഒരു വീഴ്ച പറ്റിയതാണ്. കാലിന് സ്റ്റീൽ ഇട്ടതാണ്. അതിനോടനുബന്ധിച്ച് സ്റ്റീലുണ്ട്. അതിനോടനുബന്ധിച്ച് നടക്കാൻ പറ്റാതെ ഒരു നടുവിന് വേദന വന്നതാണ്. നടക്കാൻ ശരിക്കുള്ള ലെവലില്ല. അതുകൊണ്ട് അത് ഒരു നടുവിന് ബാധിച്ചിട്ട് വേദന ഒരു 6 മാസമായി. ശരിക്കൊരു ഇരിക്കാൻ കഴിയാണ്ട് വിധത്തിലുള്ള. ഞാനിവിടെ വന്നേരം കാണുന്നൊരു സംഗതിയാണ് നിങ്ങൾ ഈ മുഷ്ടി ചുരുട്ടിയിട്ടും ഈ മുട്ടുകൊണ്ടും പിന്നെ അങ്ങനെയൊക്കെയാണ് ചികിത്സിക്കുന്നത്. ഈ ചികിത്സാ രീതിയിൽ എന്താ പറയാ? എന്തായാലും നമ്മള് ബോൺ സെറ്റിംഗ് തെറാപ്പി എന്നാ പറയാ. ഓ, ബോൺ സെറ്റിംഗ് തെറാപ്പി. അതായത് നമ്മള് കശേരുകളിൽ എവിടെയാണോ തെറ്റി കിടക്കുന്നത് അത് കൈ കൊണ്ട് നമ്മൾ ശരിയാക്കും. അതാണ് അത് തട്ടിയിട്ട് മുട്ടിട്ട് കെട്ടുകയാണ് ചെയ്യുന്നത്. ഈ ചികിത്സാ രീതി ഇപ്പൊ കേരളത്തില് എല്ലായിടത്തും ഉണ്ടോ? ഇല്ല. ഇതങ്ങനെ എല്ലാവർക്കും. കാരണം നട്ടെല്ലെന്ന് പറയുന്നത് മർമ്മസ്ഥാനാണ്. 2 മർമ്മമുണ്ട് ഇവിടെ. ഇത് കറക്റ്റ് അല്ലെങ്കിൽ ആള് കടന്നു പോകും. വെരി റിസ്ക് ഇതാണ്. കാരണം എല്ലാവർക്കും ഇത് ചെയ്യാൻ നല്ല എക്സ്പീരിയൻസ് വേണം. പിന്നെ ദൈവകടാശം വേണം. ഇല്ലെങ്കിൽ പണി ഉറപ്പാണ്. കാരണം ഇത് മാറണമെങ്കിൽ നമ്മള് ബൾജിങ് ഡിസ്ക് ആണ് റെഡിയാണ്. പുള്ളി ആക്സിഡന്റില് ബൾജായി പോയി ഡിസ്ക്. അപ്പൊ ഈ കശേരുകൾ തള്ളി വന്ന് നോക്കുമ്പോൾ പുള്ളിക്ക് നടക്കാനും പറ്റിയിരിക്കാനും പറ്റും. പിന്നെ സ്റ്റീലാണ്, കാലിന് 2 സ്റ്റീലാണ്. ഇത് റെഡിയാക്കുന്നുണ്ട്. ഇത് കഴിഞ്ഞിട്ട് ഇപ്പൊ പുള്ളിക്ക് നല്ല മാറ്റമുണ്ട്. നടത്താൻ വരുമ്പൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്. ഇപ്പൊ നടന്നൊക്കെ ഒന്ന് റെഡി ആയിരിക്കും. ഇപ്പൊ നടന്നു വരുന്നുണ്ടല്ലോ. സ്റ്റെപ്പൊക്കെ അല്ലേ ബുദ്ധിമുട്ടായിരുന്നു. ഭയങ്കര ബുദ്ധിമുട്ട്. സ്റ്റെപ്പൊന്നും കയറാൻ കഴിയില്ല. ആദ്യം സ്റ്റെപ്പ് കയറാൻ പറ്റാത്ത ഒരാളാട്ടാ. 3 പ്രാവശ്യം ഇവിടെ വന്നെന്ന് പറഞ്ഞ് അപ്പോഴത്തേക്കും എന്താ പറയാ, നടക്കാനും സ്റ്റെപ്പ് കയറാനും പറ്റുന്ന അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. എന്തായാലും ഇത് തട്ടാണ് കെട്ടുക, അതിന്റെ ഉള്ളിൽ ഒരു ലോക്കിലേക്ക് ഇടുക എന്ന് പറയും. അതാണ് ബോൺ സെറ്റിംഗ്. പക്ഷെ നല്ല എക്സ്പീരിയൻസ് ഉള്ള ആൾക്ക് മാത്രമേ ചെയ്യാൻ പറ്റൂ. അപ്പൊ അതാണ് വൈദ്യരുടെ പ്രത്യേകത. സാധാരണ ആയുർവേദിക് ക്ലിനിക്കിൽ കാണുന്ന ഒഴിച്ചലോ പിഴിച്ചലോ കഷായം കഴിക്കലോ ഇവിടെയില്ല. മുഷ്ടി കൊണ്ടും കൈമുട്ടുകൊണ്ടും തട്ടിയും മുട്ടിയുമൊക്കെയായുള്ള ഒരു ചികിത്സാ രീതിയാണ് ഈ ബോൺ സെറ്റിംഗ് തെറാപ്പി. എന്തായാലും എന്റെ നടുവേദനയ്ക്ക് പരിഹാരം ഉണ്ടാകുമോ എന്നറിയുവാൻ വേണ്ടി ഞാനും വൈദ്യരുടെ കട്ടിലിൽ ഷർട്ട് അയച്ചു കമിഴ്ന്നു കിടന്നു. അങ്ങനെ ഇതാ ബോൺ സെറ്റിംഗ് തെറാപ്പിക്ക് തയ്യാറായിട്ട് ഞാൻ കിടക്കുകയാണ്. പക്ഷേ പിന്നെ പല ആൾക്കാരും പറഞ്ഞെന്താ പറയാ, ഹോസ്പിറ്റലിൽ പോയിട്ട് മാറാത്ത ഈ നടുവേദന കാര്യങ്ങളുണ്ടല്ലോ,
വൈദ്യര് പെട്ടെന്ന് തന്നെ മാറ്റി കൊടുക്കുന്നത്. അവരെന്തിനാ ഹോസ്പിറ്റലിൽ പോയിട്ട് പൈസ കളയും? ഈ ക്ലിനിക്കിൽ ബോൺ സെറ്റിംഗ് തെറാപ്പി കൂടാതെ മറ്റു പല ട്രഡീഷണൽ ട്രീറ്റ്മെന്റുകളും ഉണ്ട്. അത് കൈകാര്യം ചെയ്യുന്നത് വൈദ്യരുടെ ഭാര്യയും ആയുർവേദിക് ഡോക്ടറുമായ ഡോക്ടർ ഷിജിന ഗിരീഷാണ്. ട്രഡീഷണൽ ട്രീറ്റ്മെന്റ് ആയിട്ടുള്ളത് നമ്മളിപ്പോ മെയിനായിട്ട് ചെയ്യുന്നത് നടുവിന്റെ ഡിസ്ക് പ്രോബ്ലം, അതൊക്കെ അത് മുടി കൊഴിച്ചിൽ, താരൻ, അതിനൊക്കെ അതിൽ ചെയ്യുന്നുണ്ട്. പിന്നെ മുടി കൊഴിച്ചിൽ, താരൻ തുടങ്ങി വെള്ളപ്പോക്ക് പോലുള്ള സ്ത്രീ സംബന്ധമായ രോഗങ്ങൾ, പൈൽസ്, മൈഗ്രെയിൻ, കിഡ്നി സ്റ്റോൺ തുടങ്ങി ഇങ്ങനെയുള്ള പലജാതി രോഗങ്ങൾക്കുമായുള്ള ഫലപ്രദമായ ട്രഡീഷണൽ ചികിത്സകളും ഇവിടെ ലഭ്യമാണ്. പലരുടെയും അഭിപ്രായത്തിൽ നിന്ന് ഞാൻ ഉറപ്പിച്ച ഒരു കാര്യം പറയാം: ഈ വൈദ്യർ കൈവച്ചാൽ ഏത് വേദനയും പറക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ആർക്കും വേണം. അപ്പൊ ഇതാ, നടുവേദന കൊണ്ട് വിഷമിക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾ ഒന്നും നോക്കണ്ട, നേരെ കൂത്തുപറമ്പ് വരിക. കൂത്തുപറമ്പ് തലശ്ശേരി റോഡിൽ ഇതാ നിർമ്മല ആയുർവേദിക് ഫാർമസി, ഇവിടെ വന്നാൽ മതി, എല്ലാം സെറ്റാവും. അതാണ് ബോൺ സെറ്റിംഗ് തെറാപ്പി.